മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനയ്ക്കക്കടവ് ഹാർബർ തീരത്ത് കടൽമാക്രികളുടെ വിളയാട്ടം. വലകൾ നശിപ്പിച്ചത് മൂലം കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത്. വലയെറിയുമ്പോൾ മീനിനു പകരം കുടുങ്ങുന്ന കടൽമാക്രികൾ വല മുഴുവൻ കടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപയോളം വില വരുന്ന വലകളാണ് നശിച്ചത്. മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബോട്ടുകളിൽ മിക്ക വലകളും കടൽമാക്രികൾ മുറിച്ചു മാറ്റുകയാണ്. പിന്നീട് കടലിലേക്ക് പോകണമെങ്കിൽ പുതിയ വല വേണം. അതിനാൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പൊട്ടിയ വലകൾ തുന്നിച്ചേർക്കുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. എന്നാൽ സീസണായിട്ടും കടൽമാക്രികളുടെ ശല്യം കാരണം കടലിൽ പോകാൻ കഴിയാത്തതിന്റെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. വിവരമറിഞ്ഞ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദീൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KK വേദുരാജ്, നേതാക്കളായ KD വീരമണി, AM അലാവുദ്ദീൻ, C മുസ്താഖലി, അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. വലകളൊക്കെ വളരെ ഭയാനകമായ രീതിയിൽ തന്നെ കടിച്ച് നശിപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ്. തന്മൂലം നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ഏതാണ്ട് 100-ൽ പരം വള്ളങ്ങൾ ഇപ്പോൾ ഈ കടവത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല, ആ വലകളൊക്കെ റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത വലിയ ദുരന്തത്തെ നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഭരണാധികാരികൾ മത്സ്യത്തൊഴിലാളികളെ പരിരക്ഷിക്കാൻ, നമുക്കറിയാം മത്സ്യത്തൊഴിലാളി സമൂഹത്തിനെ സഹായിക്കുന്ന ഗവൺമെൻറ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരുടെ ഒരു ഏകോപനത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇത് സന്ദർശിച്ച് ഇതിൻ്റെ നഷ്ടവും കഷ്ടവും കണക്കാക്കി മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ബന്ധപ്പെട്ട ഭരണാധികാരികൾ സ്ഥലം സന്ദർശിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ പറഞ്ഞു.